ഹലോ. അപ്പം നമ്മുടെ മറ്റൊരു കുഞ്ഞു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? നമ്മുടെ മണർകാട് പള്ളിയുണ്ട്. നമ്മുടെ കോട്ടയത്ത് ഒരു ഫേമസ് പള്ളിയാണ് മണർകാട് പള്ളി. മണർകാട് പള്ളിയിൽ 8 നോമ്പ് പെരുന്നാളാണ്. 1-ാം തീയതി തൊട്ട് 8-ാം തീയതി വരെ, ഓഗസ്റ്റ് 1-ാം തീയതി തൊട്ട് 8-ാം തീയതി വരെയുള്ള പെരുന്നാളാണ്. അപ്പൊ അവസാന ദിവസമൊക്കെ ഭയങ്കര തിരക്കാ. മഴ ഇരിക്കുന്നത്. അവസാന ദിവസമൊക്കെ ഭയങ്കര തിരക്കാ. ഇതിപ്പോ ആദ്യത്തെ ദിവസമാണ്, ഫസ്റ്റ് ഡേ. നല്ല ആളും തിരക്കൊക്കെ കാണും. അപ്പൊ അങ്ങോട്ടേക്ക് പോകും. അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഓക്കെ. ഞങ്ങളത് ഇങ്ങനെ പള്ളിയിലെത്തി. ഇവിടെ മഴ പെയ്തിട്ടേ ആകെ ചളുകുളുവാണ്. ഇന്ന് പെരുന്നാളിൻ്റെ 1-ാം ദിവസമാണ്. അതുകൊണ്ട് ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇപ്പോൾ കൊടിയേറ്റിൻ്റെ സമയം കേട്ടോ. നമ്മൾ തീരെ പ്രതീക്ഷിക്കാതെ വന്നതാണ്. വന്നു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് കൊടിയേറ്റിൻ്റെ ടൈമിലാണ് നമ്മൾ വന്നതെന്നുള്ളത്. ഭയങ്കര രസമാണ് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്നുള്ളതൊന്നുമല്ല, ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ആൾക്കാർ അങ്ങോട്ട് കൂടുന്ന കണ്ടോണം. പള്ളി ഒരു സന്ധ്യാസമയം കഴിയുമ്പോഴത്തേനും നൈറ്റൊക്കെ ആകുമ്പോൾ എന്ത് ഭംഗി നിറയെ കാണാൻ.
കൊടിമരം ഉയർത്തലൊക്കെ കഴിഞ്ഞ് കൊടിയേറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പള്ളിക്കകത്ത് കയറി ഞാനും അമ്മയും കൂടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷം പുറത്തോട്ടിറങ്ങി നിൽക്കുന്നതാണ് ഇന്നിപ്പോൾ. ഈ പള്ളിയുടെ സൈഡിലേ ഇത് കണ്ടോ, പായൊക്കെ വിരിച്ച് കിടക്കുന്നത്. ആൾക്കാർ വളരെ ദൂരെ നിന്ന് വന്ന് ഈ 8 ദിവസവും പള്ളിയിൽ കിടക്കും. പള്ളിയിൽ കിടന്ന് അവസാനത്തെ 8ാമത്തെ ദിവസം 7ാമത്തെ ദിവസം നട തുറപ്പും കഴിഞ്ഞ് 8ാമത്തെ ദിവസം കഴിയുമ്പോഴാണ് അവർ പോകാറ്. പിന്നെ എൻ്റെ മോനെ ഒരു രക്ഷയില്ല. ഈ കൊല്ലത്തെ പള്ളിയുടെ ലൈറ്റിങ് അടിപൊളി എന്ന് പറഞ്ഞാൽ പോരാ, ഗംഭീരം എന്ന് തന്നെ പറയണം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സീരിയസ് ആയിട്ട് ഇവർ ഈ വയർ കൊടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം ഇല്ലുമിനേഷൻ ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലായിടത്തും ഇതുപോലെ ഈ കമ്പ്യൂട്ടറൈസ്ഡ് ആണെന്ന് തോന്നുന്നു സംഭവങ്ങൾ. എന്നാണെങ്കിലും ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് സംഭവം ചെയ്തിട്ടുണ്ട്. പാനലുകൾക്കൊന്നും ഇതുവരെ കംപ്ലൈൻറ്റുകളൊന്നും വന്നിട്ടില്ല. സാധാരണ പെരുന്നാളൊക്കെ ഏകദേശം ഒരു പകുതി ദിവസങ്ങളൊക്കെ ആയി കഴിയുമ്പോഴത്തേനെ ഒരു 4 ദിവസം 3 ദിവസമൊക്കെ ആകുമ്പോഴത്തേന് ഏതെങ്കിലും ഒരു പാനലൊക്കെ എവിടെയൊക്കെ പോയി വരുന്നതാണ്. ഇത്തവണ ഒരു കുഴപ്പവും വന്നിട്ടില്ല ഇതുവരെ. ഫസ്റ്റ് ഡേ ആണ്. എന്തായാലും കണ്ടില്ലേ, ഇതാ എന്നാ ഒരു ഭംഗിയാന്ന് നോക്കി. രാത്രിയാകുമ്പം ആ വിഷ്വലിന് ഇച്ചിരി കൂടി ഡെപ്ത് വരും കേട്ടോ. കാരണം ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ലൈറ്റെല്ലാം കൂടെ മാറിക്കഴിയുമ്പോഴേ ഇച്ചിരി കൂടെ അടിപൊളിയായിരിക്കും. എന്നിട്ട് ഞാനും അമ്മയും കൂടെ കഞ്ഞി കുടിക്കാൻ വേണ്ടി പോവാം. അതായത് പള്ളിയുടെ ഓഡിറ്റോറിയം ഉണ്ടേ, ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിലാണ് ഈ സംഭവം കിട്ടിയേക്കുന്നത്. ഇതിങ്ങനെ വളഞ്ഞ് വളഞ്ഞ് നമ്മൾ പോകണം. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, എന്ത് ഈസി ആയിട്ട് എന്ത് കൂളായിട്ട് നമ്മൾ നടന്നു പോകുന്നതെന്നറിയോ. പക്ഷേ പകുതി ദിവസങ്ങൾ അങ്ങോട്ട് കഴിയുമ്പോൾ നട തുറക്കലിൻ്റെ സമയമൊക്കെ ആകുമ്പോഴും ലാസ്റ്റ് സമാപനത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോഴും ഉയ്യോ എന്നാ തിരക്കാണെന്നറിയോ. ഇവിടെ വന്നപ്പോൾ ഞാനും അമ്മയും രണ്ട് വഴിക്കായിപ്പോയി. വേറെ ഒന്നുമല്ല, ഇച്ചിരി ആളൊഴിഞ്ഞ സ്ഥലത്തോട്ട് എന്നെ അങ്ങോട്ട് കയറ്റി വിട്ടു. അപ്പോൾ ഞാനൊന്ന് പ്ലേറ്റ് എടുത്തുകൊണ്ട് പോയി. പ്ലേറ്റ് എടുത്തുകൊണ്ട് ഇങ്ങനെ വന്ന് കഞ്ഞി കിട്ടി. കഞ്ഞി കിട്ടുന്ന ഭാഗത്ത് എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഒരു കയ്യിൽ ഫോണും മറുകൈയിൽ ആൻഡ്രൂസിനും മറുകൈയിൽ കഞ്ഞിയും പിടിച്ചോണ്ടേ വലിയ പാടായിരുന്നു. ഫസ്റ്റ് ഡേ നമ്മുടെ മണർകാട് പള്ളി പെരുന്നാളിന്റെ ഞങ്ങളുടെ സമാപിച്ചു. ഇവിടെ നടക്കുന്നുണ്ട്, ഇവിടെ എന്തൊക്കെയോ ധ്യാനമുണ്ട്. എല്ലാ ദിവസവും ധ്യാനം ഉണ്ടെന്നല്ലേ അമ്മേ? എല്ലാ ദിവസവും ധ്യാനമുണ്ട്. അപ്പം ആ ധ്യാനം നടന്നുകൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് ഇതിനു മുമ്പ് കുറേ പരിപാടി, ഇന്ന് രാവിലെ തൊട്ടേ ഓരോ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നത് കൊണ്ട് വൈകിട്ട് ധ്യാനത്തിനും കൂടി ഇരിക്കുമ്പോൾ നമ്മളൊരു വഴിയാവും. അപ്പോൾ കഞ്ഞി കുടിച്ചു. കഞ്ഞി കൊണ്ടുവരുന്നത് മാത്രം വരെ എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം കൈ പിടിച്ചോണ്ട് എടുക്കാൻ പറ്റത്തില്ല, നല്ല ചൂടാണ്. മാത്രമല്ല ആൾക്കാർ ഇങ്ങനെ പുറകിൽ ഇങ്ങനെ വന്ന് നിൽക്കും. വിളമ്പുന്നവർ ഒന്നാമത് നല്ല ക്ഷീണിച്ച് നിൽക്കുന്നവരായിരിക്കും. അപ്പൊ നമ്മൾ അതിൻ്റെ അടുത്ത് ഈ ഫോണും പിടിച്ചോണ്ട് വരുമ്പോഴത്തേനും ഇങ്ങോട്ട് മാറി നിൽക്കും. വല്ലതൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്നും പറയത്തില്ല, എന്നാലും ഒരു മുൻകരുതല്. അതുകൊണ്ട് കാര്യമായിട്ട് എടുത്തില്ല. അതാ ഇടയ്ക്കത്തെ വിളമ്പി കൊണ്ടുവച്ചതിന് ശേഷമുള്ളത് ഞാൻ എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾ ഇതേ ഒന്ന് വണ്ടി കയറി. ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു തിരക്കുമില്ല, അല്ലേ? ഒരു തിരക്കുമില്ല. തിരക്ക് കാണണമെന്നുണ്ടെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞ് പിന്നെ ഇപ്പൊ നട തുറക്കലുണ്ട്, വലിയ റാസ പ്രദർശനം അതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ മുന്നിലൊരു ഷെഡിട്ടേക്കുന്നുണ്ടോ, അത് നമ്മുടെ ഈ നേർച്ചയുണ്ട്, പാച്ചോറ് നേർച്ച. പാച്ചോറ് നേർച്ചയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കിച്ചണാണ്. അത് ഭയങ്കര ആഘോഷമുള്ള പരിപാടി കേട്ടോ. 7-ാം തീയതി രാത്രി 12 മണിക്ക് തുടങ്ങും. അതെ, കൊടുക്കാൻ തുടങ്ങും 7-ാം തീയതി രാത്രി. അതായത് 8-ാം തീയതി വരെ ഉണ്ട്. 8-ാം തീയതി കൂടി സമാപനമാണ്. 7-ാം തീയതി രാത്രി 12 തൊട്ട് കൊടുക്കാൻ തുടങ്ങും. അത് കൊള്ളാം, നല്ലൊരു പരിപാടി. അപ്പം അങ്ങനെ സെറ്റ് ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് ബാക്കിയുള്ള ദിവസങ്ങളിലും കൂടെ ഞാൻ കാണിക്കാം. അപ്പൊ ഓക്കെ, ബൈ. ടാറ്റ കൊടുത്തമ്മേ. ബൈ. വയ്യ ശരി.